ഓം ശാന്തി. ഈ സൃഷ്ടിയിൽ സ്വയം ഭഗവാൻ തന്നെ അവതരിച്ച് തൻ്റെ യഥാർത്ഥമായ പരിചയം നൽകുന്നു. ലോകത്തിൽ ധാരാളം ആളുകൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അത് ഭഗവാനല്ല പറഞ്ഞത്, ഭഗവാനെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ പൂർണ്ണമായും ശരിയാകണമെന്ന്. ഭഗവാന്റെ യഥാർത്ഥ പരിചയം ഭഗവാന് മാത്രമേ നൽകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ഭഗവാൻ അവതരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ലോകത്തിൽ ആരും അത് അംഗീകരിക്കില്ല. പക്ഷെ ഭഗവാൻ വരും എന്നെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, അവതരിച്ചിരുന്നു എന്നും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ ചോദിക്കും, അതെങ്ങനെ? കാരണം ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പട്ടിയിലും പൂച്ചയിലും കല്ലിലും മുള്ളിലും എല്ലായിടത്തും ഭഗവാൻ ഉണ്ടെന്നാണ്. അപ്പോൾ പിന്നെ വരുന്നത് എങ്ങനെ? ആളുകൾ അത്രയധികം മനോവികാരങ്ങൾക്ക് വശംവദരായി തികച്ചും അറിവില്ലാത്തവരായി മാറിക്കഴിഞ്ഞു. എന്ന് നോക്കൂ, ഈ രാവണന്റെ രാജ്യത്തിൽ എല്ലാവരും തിരിച്ചറിവില്ലാത്തവരായി അവിവേകികളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഭഗവാൻ വന്നിട്ട് തൻ്റെ എല്ലാ മക്കളെയും വീണ്ടും അറിവ് നൽകി വിവേകശാലികളാക്കി മാറ്റുന്നത്. വീണ്ടും ഭഗവാൻ പറയുന്നു, ഈ അറിവ് നിങ്ങൾ നേടിക്കഴിഞ്ഞാലും അനേക ജന്മങ്ങൾ എടുത്ത് 84 ജന്മങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങൾ ഈ പഴയ അവസ്ഥയിൽ തന്നെ മടങ്ങിയെത്തും. അപ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും. ഈ സൈക്കിൾ 1 നിന്നും ആരംഭിക്കും, 84 അവസാനിക്കും. വീണ്ടും 1 തുടങ്ങി 84 അവസാനിക്കും. ഈ ചക്രത്തെക്കുറിച്ചുള്ള അറിവും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓം ശാന്തി.